ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ നേരെ ഉറങ്ങിയ ശക്ക് രാത്രിയൊക്കെ പേടിയുണ്ടായിരുന്നു കേട്ടോ. ആസ് യൂഷ്വൽ ഈ വീട്ടിൽ ഈ ചേച്ചിയും ചേച്ചീൻ്റെ ഒരു മോനും പിന്നെ ഒരു അച്ഛനും ഉള്ളത്. അപ്പോൾ എനിക്ക് മോൻ വരുമെന്നൊക്കെ പേടി. കാരണം ഈ ഡോർ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, നല്ല ആൾക്കാരാട്ടോ. പക്ഷെ എന്നാലും നമുക്ക് ഉണ്ടാവില്ല, നമ്മളറിയാത്ത സ്ഥലമാണ്. ഒരെന്നോട് പറഞ്ഞാണ് പേടിക്കൊന്നും വേണ്ട, ഓരും ഇവിടെ മുമ്പ് നിന്നിരുന്നതാണ്, ഞാൻ ഇന്നലെ പോയിരുന്നില്ല. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല, നല്ല ആൾക്കാരാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കണേ. ആൻഡ് ഇതിന് ഈ ലോക്ക് മാത്രമേ ഉള്ളൂ, മറ്റേ ലോക്ക് ഉണ്ടാവില്ല നമ്മളവിടെയൊക്കെ, അതൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഈ കീ ഒരിടത്തും ഉണ്ടാവുമല്ലോ, 2 കീയൊക്കെ ഉണ്ടാവാമല്ലോ. അപ്പം ഞാൻ ഒരിട്ട് വരുമോ വന്ന് തുറക്കുമോ എന്നൊക്കെ ഉള്ള പേടിയിലായിരുന്നു കേട്ടോ. രാത്രിയൊക്കെ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ അയാൾ ഇവിടെ വന്ന് നിൽക്കണമായിരിക്കും, എനിക്ക് വെറുതെ തോന്നുക, ഞാൻ പുതിയ സ്ഥലത്ത് നിൽക്കില്ല. അപ്പം അങ്ങനെയൊക്കെ. അപ്പം ഇനി നമുക്ക് കുക്ക് ചെയ്യാം. എനിക്ക് ഇന്ന് രാവിലെ കിട്ടി എന്തൊരു രസമായിരുന്നു അറിയോ. കാരണം ഞാൻ മാത്രം ഒരു ഫ്ലാറ്റ്, ഇതാണെങ്കിലും നല്ല സൺലൈറ്റും കാര്യവും എല്ലാം ഉള്ളൊരു ഫ്ലാറ്റ്, നല്ല വ്യൂ. എന്നിട്ട് ഞാനിങ്ങനെ നടക്കായത് കൂടി എന്താ എനിക്കെല്ലാം ഇഷ്ടമായി, എനിക്ക് നല്ല പൊലിയുണ്ട്, ഇന്ന് നല്ല ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാം. ഇത് ഇന്നലെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ട് ഇതിന് 19 രൂപയേ ഉള്ളൂ. അപ്പം ഇനി കുറച്ച് ദിവസം നൂഡിൽസ് ഉള്ളതുകൊണ്ട് ഇനി ഇതൊക്കെ കഴിച്ച് നടക്കാം. പക്ഷെ ഇനി കണ്ടോ, ഇനി ഇങ്ങനെ നൂഡിൽസ് ബ്രെഡ് മാത്രമൊന്നും തിന്ന് ജീവിക്കേണ്ടി വരില്ല. കാരണം ട്രാവൽ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കിട്ടും, എവിടുന്നെങ്കിലൊക്കെ ആയിട്ട് നമുക്ക് അതും ഇതൊക്കെ ആയിട്ട് നമുക്ക് കിട്ടിക്കോളും, പട്ടിണിയൊന്നും ആവൂല. അപ്പോൾ ഇപ്പം നൂഡിൽസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് നോക്ക് ഇതിൻ്റെ വ്യൂ, അത് നോക്ക് കടല്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറൊരു കാര്യം എന്താ അറിയോ, ലിവിങ് അലോൺ, ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കാം. എന്ത് രസമായിരിക്കും, ബോറടിയോ അങ്ങനെ ഒരു തേങ്ങ എനിക്കുണ്ടാവലില്ല. ഇതിപ്പോൾ എൻ്റെ റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോഴുള്ള കാഴ്ചയാണ് ഇതൊക്കെ. ഇവിടുത്തെ വീടാള് നോക്ക്, തെങ്ങ്, അതേമാതിരി നോക്ക് ഇത് എത്ര കോഴികളാ നോക്ക് ഇവിടെ. ഒരു ഡിസ്റ്റർബ് ആക്കണ്ട, നമുക്ക് പോകാം. ലെമോൺ എന്ന് പറഞ്ഞിട്ടുള്ള മൗണ്ടൈനാ തോന്നുന്നു. ആ മലന്റെ മുകളിൽ നിന്ന് നോക്കി കഴിഞ്ഞാലാണ് ഇവിടെ മൊറീഷ്യസിലുണ്ടല്ലോ അണ്ടർ വാട്ടർഫാൾ ഉണ്ട്, മീൻസ് വെള്ളത്തിന്റെ അടിയിൽ വെള്ളച്ചാട്ടം. അത് ശരിക്കുള്ളതല്ല, ഒരു ഇല്യൂഷനാണ്. നമുക്ക് തന്നെ തോന്നും വെള്ളത്തിന്റെ അടിയിൽ ഇങ്ങനെ വെള്ളം ചാട്ടുണ്ടായിരുന്നു. നമ്മൾ ഗൂഗിൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോ കാണാം. അപ്പോൾ ആ മലേൻ്റെ മുകളിൽ കയറുകയാണെങ്കിൽ അത് കാണാം, നല്ല വെയിലുള്ള ദിവസമാണെങ്കിൽ. മീൻസ് ഇന്നത്തെ ഇതേ മരത്തെ ദിവസമാണെന്നുണ്ടെങ്കിൽ അത് കാണാം. അപ്പോൾ പോണതിന് മുമ്പ് അതൊന്ന് കയറണം. ഒരു 4 മണിക്കൂർ എത്രയുടെ ട്രക്കിംഗ് ഉള്ളു. പേസ്ട്രീസ് കണ്ടേക്ക് എക്സൈറ്റഡ് ആയി വന്ന് നോക്കിയതാണ്. മീൻസ് ഇവിടുത്തെ പേസ്ട്രീസ് ഒക്കെ എങ്ങനത്തെ നോക്കാനേ. നോക്ക്, ലഡു ഒക്കെ ഉണ്ട്. ലഡുവിന് 16 രൂപ, പറഞ്ഞാൽ 32 രൂപ അല്ല 32 രൂപ. ഇതവേ ഞാനിപ്പോൾ ഉള്ള സ്ഥലത്തിന്റെ പേരെന്താ വെച്ച് കഴിഞ്ഞാൽ ലഗുലേറ്റ് എന്നാട്ടോ. നമുക്ക് ബ്യൂട്ടിനെ വാരി തെറിപ്പിച്ചിക്കാണ്, അത്രക്കും രസമാണ്. എവിടെ നോക്കിയാലും നല്ല ഭംഗിയാണ്. പിന്നെ ഇവിടെ കുറച്ച് എക്സ്പെൻസീവും ആണ്. പക്ഷെ നിങ്ങൾ മൊറീഷ്യസ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്ക് ഒന്ന് വരണം. ഇപ്പം ഞാൻ നിൽക്കുന്ന റൂമില്ലേ, അതൊരു 1000 രൂപ ആണ് ഒരു ദിവസത്തിന്. 1000 രൂപ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലത്തെ 2000 രൂപ. പിന്നെ നാട്ടിലത്തായിട്ട് ഇവിടെ കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. കാരണം ഇപ്പം ഞാൻ അവിടുത്തെ പൈസ കൊണ്ട് വന്നുകൊണ്ട് ഇതൊക്കെ എക്സ്പെൻസീവ് ആയി തോന്നുന്നു. പക്ഷെ ഇവിടുന്ന് ഏൺ ചെയ്യുന്ന ഒരാൾക്ക് അത് വലിയതൊന്നുമല്ല. 1000 രൂപ. പക്ഷെ എനിക്ക് കുറച്ച് തരും കേട്ടോ, അതോർക്ക് അറിയണ ആളായതുകൊണ്ട് എനിക്ക് അത്ര പൈസ ഒന്നും ഇല്ല. എന്ത് ഭംഗിയാ. ലഗുലേറ്റ്, ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലമാണ് ലഗുലേറ്റ്. ആൻഡ് ഷീ ഈസ് മേക്കിംഗ് റൊട്ടി, റൈറ്റ്? Bonjour, m'appelle Noëlette, m'habite la Goulette. Je fais les rôtis. You said I'm from Lagulette and I'm making roti, right? Yes. Yeah. So ഇതാണ് ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡൊക്കെ കാണിച്ചു തരാം. ബീഫ് ഉണ്ട്, ഇതൊരു മീനാണ്, വീണ്ടും ബീഫ്, സോസേജ്, ഇതും ഫിഷാണ്. കണ്ട ചിക്കൻ്റെ മാതിരിയല്ലേ, ഇതും ഫിഷാണ്. ഇത് മത്തനാണെന്ന് തോന്നുന്നു. അതെന്തോ കുറേ പറയാൻ ശ്രമിച്ചു, പക്ഷെ എനിക്ക് മനസ്സിലായില്ല, അവർക്കും പറഞ്ഞുതരാൻ കഴിയണില്ല. വായിൽ വെള്ളം വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ ഫുഡ് കഴിച്ചത് അങ്ങനെ തോന്നുമ്പോഴൊന്നും ഫുഡ് കഴിക്കാൻ എൻ്റെ അടുത്ത് പൈസ അല്ല. നോക്കി കുഞ്ഞി കിളികൾ ഇതിട്ടിലങ്ങനെ ഇറങ്ങാൻ, ഇതിട്ടിലങ്ങോട്ട് പൊന്തും, പിന്നെ കാറ്റങ്ങട്ടാ പോണേ അതിൻ്റെ കൂടെ അങ്ങോട്ട് പോകും. അങ്ങനെ ഇവിടുത്തെ ആൾക്കാരുടെ പ്രത്യേകത എന്താ പറയുക, ഇവിടുത്തെ നല്ല, ഞാൻ ഇന്ത്യയിൽ കൂടി ട്രാവൽ ചെയ്തിരുന്ന ടൈമിലും പുറത്തുനിന്നുള്ള ഫോറിനേഴ്സിൻ്റെയും നമ്മൾ ഇന്ത്യൻസിൻ്റെയും മെയിൻ ഡിഫറൻസ് അതിനാ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരാരെ കണ്ടു കഴിഞ്ഞാലും ഗ്രീറ്റ് ചെയ്യും. ജസ്റ്റ് ഇപ്പോൾ ഒരു കടയിൽ കയറുകയാണെങ്കിൽ അവിടെ നമ്മളിപ്പോൾ ഇങ്ങനെ ഗുഡ് മോർണിംഗ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇവർ ബൊഞ്ചോർ ആരെ കാണുകയാണെങ്കിലും ഒന്ന് ജസ്റ്റ് ഇങ്ങനെ റോട്ടിൽ കൂടി നടക്കുകയാണെങ്കിൽ അപ്പുറത്തെ ഒരാൾ കൂടി പാസ് ചെയ്യണമെങ്കിൽ ഓരോന്ന് നോക്കി ചിരിച്ചു കൊടുക്കും, ഒന്ന് ഗ്രീറ്റ് ചെയ്യും. മീൻസ് നല്ലോണം, മീൻസ് സാധാ ഒരു കടയിൽ നിൽക്കുന്ന ആളാണെങ്കിൽ ഇവർ ഭയങ്കര റെസ്പെക്ട്ഫുള്ളായി ഭയങ്കര ഇഷ്ടമൊക്കെ പ്രകടിപ്പിച്ച് അങ്ങനത്തെ ഒരു ഇതാണ്. അതേമാതിരിയാണ് ഇവിടെ വന്നേക്ക് ഇവിടുത്തെ ആൾക്കാർ, ഇവിടുത്തെ മൊത്തം ആൾക്കാർ അങ്ങനെ. നമുക്ക് ഇവിടുത്തെ ബസ് സ്റ്റോപ്പുകളൊക്കെ
കണ്ടോ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ബസ്സുകൾക്ക് വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് വേറെ തന്നെ ഒന്നും കൂടെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഇതാക്കിക്കോണം ഒരു ബസ്സിന് നിൽക്കാനുള്ള ഒരു ഇതിൽ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പോണ വണ്ടികൾക്ക് നേരെ പോകാതാകുമ്പോൾ ബ്ലോക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടാകൂല. ഇതൊക്കെ നമ്മളെ നാട്ടിലും വേണം. ഇവിടെ ഹിച്ചൈക്ക് ചെയ്യാൻ പറ്റുമെന്ന് അന്വേഷിച്ചിരുന്നേ. അപ്പോൾ ഒരാളുടെ അടുത്ത് കേട്ട അഭിപ്രായം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ ആരും ചെയ്യലില്ല. കാരണം ഫുൾ പൈസക്കാർ വരുന്ന സ്ഥലമായതുകൊണ്ട് ഓരോരുത്തർ ഓരോ കാറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ആരും കൈ കാണിച്ച് പോവുക അങ്ങനത്തെ ഒരു കൾച്ചറൊന്നും ഈ ഭാഗത്തില്ല. സെക്കൻഡ്, പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് വേറൊരാളോട് ചോദിച്ചിരുന്നു. അതിൻ്റെ ടാക്സി ഡ്രൈവർ ഉണ്ടായില്ല, അയാളോട് ഞാൻ ചോദിച്ചു നോക്കി ഇങ്ങനെ ഹിച്ചൈക്ക് ചെയ്തോട് ചോദിച്ചേക്ക്. അയാൾ പറഞ്ഞു അങ്ങനൊന്നും ചെയ്യരുത്, എന്നെ കയറ്റിയും എന്നെ റേപ്പ് ചെയ്യും, എന്നെ എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയി ഇടും, അങ്ങനെ ഒന്നും കയറാൻ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞു ചില ആൾക്കാർ കേട്ടോ. ഇപ്പൊ നോക്കിയാൽ ഇങ്ങനെ ഹെലികോപ്റ്ററൊക്കെ ഇങ്ങനെ പോകും വെറുതെ ഇങ്ങനെ എന്തിങ്ങനെ ചില്ലിങ് റിച്ച് ആൾക്കാർ ഓരോ കുഞ്ഞു കുഞ്ഞു കളികൾ. ഇപ്പൊ ഈ ഒരു സമയമായതുകൊണ്ട് ഇതൊരു രാവിലെ ഒരു ഉച്ച സമയം. വൺ ആൻഡ് ഓൺലി ജാക്ക്പോട്ട് ഡോൾഫിൻ കോണ്ടാക്ട്. അത് ഡോൾഫിനെ കാണാനുള്ള, അവിടെ ഡോൾഫിനെ കാണും, ഡോൾഫിൻ്റെ കൂടെ സ്വിം ചെയ്യുകയൊക്കെ ചെയ്യാം, വെയിൽസിൻ്റെ കൂടെയും ചെയ്യാം. പക്ഷെ അതിനുള്ള ആൾക്കാരൊന്നും കിട്ടിയിട്ടില്ല. മൈ ബേബി, എൻ്റെ കുട്ടീനെ കാണാനാണ് ഞാൻ വന്നിക്കണത്, അതിനല്ല. കാരണം എന്താ വെച്ചാൽ അതിന് വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെ കാണൂല, അങ്ങനെ ഒരു പ്രശ്നമുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു പുതിയൊരു പ്ലാനൊന്നും വെച്ചിട്ടില്ല. പക്ഷെ ഐ വിൽ ക്യാച്ച് യു. ഓക്കെ, ബൈ ബൈ. പിന്നെ നിങ്ങളിരുന്ന് ഇവിടെ എന്താ ഓവറാക്കണമെന്ന്, ഞാൻ ഒറ്റക്കാണ്, ഞാനിങ്ങനെയൊക്കെ സംസാരിക്കാം. ഓക്കെ, ഞാനിങ്ങനെ ഒരു വീടിൻ്റെ മതിലും ഇങ്ങനെ ഇത് കണ്ടേക്ക്, ഞാനത് ഇത് പ്ലാസ്റ്റിക് എന്തോന്നാ കരുതി, പക്ഷെ ഇതൊരു ചെടിയാണ്. നോക്ക്, പക്ഷെ ഇതിൻ്റെ റൂട്ട്സ് ഒന്നും കാണാനില്ല. ഇങ്ങനെ തന്നെ ഒരു സാധനം, ഇതെന്താവല്ലേ? കണ്ടോ ഇവിടെ ഉണങ്ങിയതും ഒക്കെ ഉണ്ട്. പ്രൈവസിക്ക് വേണ്ടിയിട്ട് അതാകുമ്പോൾ ഉള്ളിലേക്ക് അങ്ങോട്ട് നേരെ കാണൂല. ഇപ്പം ഞാൻ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ ഇനി അങ്ങോട്ട് വിളിച്ചില്ല. അപ്പം ഞാൻ ഇപ്പോൾ ഓരോ വീട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വന്നിട്ടും നല്ല ചോക്ലേറ്റ് ആർട്ടൊക്കെ കൊടുക്കുന്നു വളർത്തണം. ഇവരെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയൊക്കെയാണ് കഴിക്കൽ. ഒരു സൈഡ് ഡിഷും ഉണ്ടാകും, അതിൻ്റെ കൂടെ റസ്ക്. നമ്മളെ നാട്ടിലുള്ള മാതിരി ഭയങ്കര കട്ടുള്ള റസ്ക് അല്ല, ഇതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകും. അങ്ങനത്തെ റസ്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ഒലീവ് ഓയിലും പിന്നെ മറ്റേ ചെറിയ ടൊമാറ്റോസും ഒലീവ്സും എല്ലാതൊക്കെ ഇട്ടിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കിക്കിടത്തോളൂ. എഗ്ഗും എല്ലാതും ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവരെന്ത് നല്ല ആൾക്കാരറിയാം. ഇത് അതിൻ്റെ താഴെ നിൽക്കണ ഒരു വീട്. ഇതാണ് ആശിഷ്. സേ ഹായ്. ഇത് അവിടുത്തെ കുറെ പട്ടുകളൊക്കെ ഉണ്ട്, നല്ല രസമുള്ള ഒരു വീടാ. അവരൊന്നും തന്നെ രാത്രി ഇങ്ങോട്ട് ഡിന്നറിന് ഇൻവൈറ്റ് ചെയ്തേക്കണോ. അതാ നമുക്ക് നല്ല ഭംഗിയുള്ള വീടാ. അതേമാതിരി എനിക്കിപ്പോ ഈവനിങ് കഴിച്ചുകൊണ്ട് പറഞ്ഞിട്ട് സ്നാക്കൊക്കെ തന്നിക്കണോ. ഇതാണ് ബാബു. എന്ത് രസാണ്. ഇപ്പൊ ഞാനിത് ഇതിന്റെ കൂടെ സലോണിക്ക് വന്നിക്കാണ്. ഇതിന്റെ നെയിൽസും അതേമാതിരി പിരികൊക്കെ പ്ലക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. മറ്റേ നമ്മള് തുർക്കി മൂവിയിലൊക്കെ കണ്ട ലൈഫ് സ്റ്റൈലില് ഇതേമാതിരി സലൂണ്, നല്ല സംസാരിക്കണ ഒരു പെണ്ണ്, നടന്നു വരുന്ന ബൈക്ക് ഇങ്ങനെ ആൾക്കാർ വരുന്നു, ഹഗ് ചെയ്യണു, ഗ്രീറ്റ് ചെയ്യണു. എന്ത് രസമാണ്, നല്ല രസമുള്ള സ്ഥലം, നല്ല വില്ലേജ്, നല്ല ആൾക്കാര്. ഇവരെന്നോട് പറയാ എന്താണ് ഈ ഇവിടുന്ന് ഒരു ബോയ് ഫ്രണ്ടിനെ നോക്ക്, എന്നിട്ട് ഇവിടെ തന്നെ സെറ്റിൽ ആയിക്കോ, ഇവിടുന്ന് പോണ്ടെന്നൊക്കെ പറയണേ. ഇപ്പൊ ഞാനും സഫും കൂടെ ഒരു സ്ഥലത്തേക്ക് ബീച്ചൊക്കെ പോയോണ്ടിരിക്കാണ്, ടമറി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക്. ഇവിടെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ബസ് നിർത്തി കഴിഞ്ഞാലാണ്, നമ്മളവിടെ പറയുന്ന ബസ് നിർത്താനാവുമ്പത്തിന് എല്ലാരും വന്നിട്ട് ഈ ഫ്രണ്ടിൽ ഇങ്ങനെ നിക്കാൻ തുടത്തൂലേ. ഇവിടെ അങ്ങനെ ഒന്നുമല്ല, ബസ് സ്റ്റോപ്പിൽ നിർത്തി കഴിഞ്ഞാലാണ് ഇരിക്കണോടത്തുനിന്ന് എല്ലാരും കൂടെ നീച്ച് വരിക. ഞാൻ വരുന്നില്ല, ഞാൻ ഇനി ഇവിടെ തന്നെ കൂടുക. നോക്ക് ഞങ്ങള് വന്ന സ്ഥലം നോക്ക്, എന്ത് ഭംഗിയാന്ന്. അങ്ങോട്ട് നോക്ക്. ഞാനിപ്പോ ഇവിടെ ഡിന്നർ കഴിക്കാൻ വന്നിക്കാണ്. അപ്പൊ ആദ്യം അവര് ഫസ്റ്റ് സെർവ് ചെയ്തത് സ്നാക്സ് ആണ്. അപ്പൊ ഇതൊരു ലീഫ്, നമ്മൾ ഈ തുർക്കിഷ് സീരീസിലൊക്കെ കാണൂലേ ഒരു ലീഫ്, ആ ലീഫാണ്. അത് ദീദി സംസാരിക്കണം കേട്ടോ, അതാണ് ഇവരുടെ ലാംഗ്വേജ്. എന്താണെങ്കിലും ആ ലീഫും പിന്നെ ദാല് പേസ്റ്റ് ആക്കിയിട്ട് ഉള്ളിൽ വെച്ചിട്ടുള്ള ഒരു ഫില്ലിങ്ങും, പിന്നെ സമൂസന്റെ ഫില്ലിംഗ് ആണ് ഏറ്റവും രസം. സമൂസന്റെ ഫില്ലിങ്ങിൽ ഉള്ളിൽ ചീസും കോണും പൊട്ടാറ്റോവും, നല്ല ടേസ്റ്റ് ഉണ്ട്.
ഓക്കെ നൗ സേ ഹായ്. Hi. ഇതാണ് ഇവിടുത്തെ ആന്റി. ആന്റിനെ നല്ലോണം നോക്കുന്നുണ്ട്. ഇതാ ഇവിടുത്തെ ബാബു. Hello. How are you? Good. This is my sister. യെസ്. My sister. ഇത് നോക്ക്, അത് കണ്ടിക്ക ചിക്കനെ കരുതി വലിയ വലിയ പീസ് ഫിഷ് ആണ്. വാട്ട്സ് ദ നെയിം ഓഫ് ദ ഫിഷ്? The big fish, bonito. ബൊണീറ്റോ എന്ന് പറഞ്ഞ ഫിഷ് ആണ്. അത് ആന്റി വരുന്നുണ്ട്. അടുത്ത സാധനങ്ങളൊക്കെ ആയിട്ട്. വാട്ട് ഈസ് ദാറ്റ്? ഓ അച്ചാർ. ഓ സോ മാള് പഠിക്കാട്ട് ലാംഗ്വേജ്. Bois Pepsi. Boa means drink Pepsi. What is this fish? Moi, manger poisson. Moise means food. Poisson. Paso means fish. Fish, yeah. Yeah. Boa passion. Non, moi, bois Pepsi. Moi, Pepsi. Boa Pepsi. നമ്മളിപ്പോ ഫുഡ് കഴിക്കരുത് അത്രയും നേരം ഇങ്ങനെ സംസാരിക്കുന്നു. ഓരോ ഹിന്ദിത്തെ കാര്യം പറയും, ഓരോ ഇവിടുത്തെ പറയും, എനിക്ക് ലാംഗ്വേജ് പഠിപ്പിച്ചു തരിക. അങ്ങനെ നല്ല 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 ആളാ. Hello. I'm telling them how good you are. ഇവർക്ക് കുറെ You stay here, Mauritius. No come. No come. Stay here. Here, my house. Stay my house here. ഞാൻ ഞങ്ങോട്ട് വരുന്നില്ല, ഞാൻ എന്നെ ഇവിടെ നിർത്താണെന്ന് പറയണേ. Come in. Hello. What is that? This here. Oh, thank you so much. എന്ത് സ്നേഹം. Pepe. Moi, avec moi, dis-nous. ഇത് രണ്ടാമത്തെ ദിവസമായപ്പത്തിന് ഇവിടെ ഇങ്ങനെയൊക്കെ ആയി. നല്ല കണക്ഷൻ കിട്ടിയ സ്ഥലത്തിനും ഉണ്ടോ, ഇവിടുത്തെ ആൾക്കാരും ഉണ്ടോ. അപ്പോൾ ഒരു മാസമൊക്കെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇന്നലത്തൊക്കെ ഒരു അവസ്ഥ വെച്ച് ഞാൻ ഒരു മാസം ഇവിടെ നിൽക്കുമെന്ന് ആലോചിച്ചതേ അല്ല. പക്ഷെ ഇന്ന് ഇവിടുത്തെ ഒരു സ്ലോ ലൈഫും ഇവിടുത്തെ ആൾക്കാരും എല്ലാവരെയും കണ്ടു നോക്കുമ്പോൾ എനിക്കിനി ഇവിടുന്ന് പോകാനൊന്നും തോന്നില്ല. അപ്പം എന്നെ കൊണ്ട് എത്ര നിൽക്കാൻ കഴിയും അത്രയും നിന്നിട്ടേ ഇനി ഞാൻ തിരിച്ചു പോകണുള്ളൂ. പിന്നെ ഇവിടുത്തെ ആൾക്കാരിൽ പേടിക്കേണ്ട ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആഫ്രിക്കൻസാണ്. ഓരാണ് ശരിക്കും പഠിക്കേണ്ടത്. പിന്നെ മൊറീഷ്യൻസ്, പിന്നെ ഫ്രാൻസ്, ഫോറിനേഴ്സ്, ഓരൊക്കെ ഒന്നും കുഴപ്പമില്ല. ഓരൊക്കെ ഇവിടെ ചില ഭാഗത്ത് മാത്രമേ വരുള്ളൂ. ഇവരുള്ള ഭാഗത്ത് നമ്മൾ നേരെ ശ്രദ്ധിച്ചു ഇതാക്കിയിട്ടും പോകണം. എന്താണെങ്കിലും ഇന്ന് ഞാൻ നീ കടന്നുറങ്ങട്ടെ. നാളെ ഇന്നെ ഇവരൊക്കെ ഇവിടെ നിൽക്കുന്ന ആൾക്കാർ ഇന്നത് കൂടെയൊക്കെ കറക്കാൻ കൊണ്ടുപോവാണ്. അപ്പോൾ നാളെ ഇനി അതിൻ്റെ വ്ളോഗ് ഞാൻ അടുത്ത ദിവസം ഇടണത് ഇക്കാരം. അപ്പോൾ ശരി, ബൈ ബൈ, ഗുഡ് നൈറ്റ്.